സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക്, അത് നിങ്ങളൊരു ടീനേജർ ആണെങ്കിൽ പോലും, നിങ്ങൾക്ക് വേണ്ട 5 സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഇതൊന്നും ഫോളോ ചെയ്യാതിരിക്കുമ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. സോ ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. പേടിയില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനും വലിയ മിസ്റ്റേക്സ് ഉണ്ടാവാതെ ലോങ് ടേമിൽ നല്ല റിട്ടേൺസ് ഉണ്ടാക്കാനും ഈ സ്റ്റെപ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാനിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഫോണിൽ തന്നെ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ നമുക്ക് ആദ്യം ഒരു ബ്രോക്കറിന്റെ അക്കൗണ്ട് വേണം. സോ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് നമുക്ക് ചേരുന്ന ഒരു ബ്രോക്കറിനെ കണ്ടുപിടിക്കാം. ഞാൻ പറയാൻ മറന്നു, ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക്കിയാണ്. ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്നെ ഉൾപ്പെടെയുള്ള ഒരാളെയും നിങ്ങൾ മുഴുവനായി വിശ്വസിക്കരുത്. നിങ്ങളുടെ പഠനം അത്യാവശ്യമാണ്. ബാങ്ക് ഡീറ്റെയിൽസ് തരൂ, പൈസ തരൂ, OTP തരൂ, ഒരുപാട് പൈസ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ആര് വന്നാലും വളരെ ശ്രദ്ധയോടെ മാത്രം ഡീൽ ചെയ്യുക. ബുദ്ധി ഉപയോഗിക്കുക. വെറുതെ ഇരുന്ന് പണം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 ബാക്കി. നമ്മൾ ഫോൺ എടുത്ത് നമുക്കൊരു ബ്രോക്കറിനെ കണ്ടുപിടിക്കാം. 2 തരം ബ്രോക്കേഴ്സ് ഉണ്ട്. ഒന്ന് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്, 2 ഫുൾ സർവീസ് ബ്രോക്കേഴ്സ്. ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രാവൽ ഏജൻസിനെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും അവർ നോക്കും, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരല്പം പൈസ കൂടുതലാണ്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സർവീസ്, അത് ഒരു ടാക്സി ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, സ്റ്റേ ആയിക്കോട്ടെ, അതെല്ലാം നമ്മളൊന്നും അറിയാതെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് അവർ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്യും. നമ്മുടെ ആ ഹോൾ ട്രാവലിംഗ് പ്രോസസ്സും സിമ്പിളാക്കി തരും. പക്ഷേ നോർമലി നമ്മൾ ഈ സർവീസസ് ഒക്കെ ബുക്ക് ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാ പൈസ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. നമ്മൾ തന്നെ ഇന്റർനെറ്റിൽ കയറി നോക്കി കൃത്യമായിട്ട് നമുക്ക് വേണ്ട സർവീസ്, ഫ്ലൈറ്റ്, ടാക്സി, സ്റ്റേ എല്ലാം ബുക്ക് ചെയ്യുന്നതാണ്. ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കുറവായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്മീഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കുറച്ച് ചീപ്പായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കണ്ടെത്തി എല്ലാം കമ്പയർ ചെയ്ത് നമുക്ക് ചേരുന്നതാണോ എന്ന് മനസ്സിലാക്കാനുള്ള സമയവും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെയാണ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചീപ്പ് പ്രൈസിലാണ് കിട്ടുന്നതെങ്കിൽ പോലും നമുക്ക് ചേരുന്നതാണോ എന്ന് റിസർച്ച് നടത്തി കണ്ടെത്തേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ തന്നെയാണ്. കാരണം ട്രാവലിംഗ് പോലെ പെട്ടെന്ന് കഴിയുന്ന ഒരു സംഭവമല്ല ഈ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് 20 വർഷവും 30 വർഷവും 40 വർഷവും നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ജേർണിയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കറും ഫുൾ സർവീസ് ബ്രോക്കറും തരുന്ന സർവീസസ് വലിയ കോസ്റ്റ് ഡിഫറൻസ് ഇല്ലാത്തതായിട്ട് തോന്നിയേക്കാം. പക്ഷേ ലോങ് ടേമിൽ ഇത് ലക്ഷങ്ങളോ കോടികളോ ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ചേരുന്നത് അറിഞ്ഞ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിലേക്ക് കയറാനും നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഡെഫിനറ്റ്ലി ഫുൾ സർവീസ് ബ്രോക്കറുമായിട്ട് മുമ്പോട്ട് പോകാം, നിങ്ങൾക്ക് അതാണ് ചേരുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഡിസ്കൗണ്ട് ബ്രോക്കറിനെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഗൂഗിളിൽ കയറിയിട്ട് ബെസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ കാണുന്ന പോലെ ഈ റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സെറോദ, ഗ്രോ, അപ്സ്റ്റോക്സ്, ഫയർസ്, ഇഷ്ടം പോലെ ബ്രോക്കേഴ്സ്. ഒന്നുകിൽ നമുക്ക് ഓരോ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ചേരുന്ന ഇൻ്റർഫേസ് ആണോ, നമുക്ക് ചേരുന്ന കോസ്റ്റ് ആണോ, ഏതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്കിത് തരുന്നത് എന്നൊക്കെ റിസർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ കമ്പയർ ചെയ്ത് തരുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് വേണ്ട ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ കമ്പയർ ചെയ്ത് ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഓരോ ആസ്പെക്റ്റും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിനെ ചൂസ് ചെയ്യാം. ദിവസങ്ങളും മാസങ്ങളും നിങ്ങൾ ഇതിനു വേണ്ടി കളയരുത്, എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രോക്കറിനെ നിങ്ങൾ എക്കാലവും മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അതിനുശേഷം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ബ്രോക്കറിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് മാറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ അവിടെ തൊട്ട് നിങ്ങൾക്ക് പുതിയൊരു ബ്രോക്കറുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. പഴയ ബ്രോക്കറിനെ അത്രയും നാളത്തെ ഇൻവെസ്റ്റ്മെന്റ് കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. വീണ്ടും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് ബ്രോക്കറിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എനിവേ, നമ്മളൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്തു എന്ന് തന്നെ കരുതി നമുക്ക് മുമ്പോട്ട് പോകാം. ബ്രോക്കറിന്റെ വെബ്സൈറ്റിനകത്ത് തന്നെ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. പാൻ കാർഡും ആധാർ കാർഡും അവിടെ സബ്മിറ്റ് ചെയ്യണം എന്ന് മാത്രം. ഡിമാറ്റ് അക്കൗണ്ട് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ അറിയാത്തവർക്കായിട്ട് ക്വിക്കായിട്ട് ഞാനൊന്ന് പറയാം. നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ലോക്കറാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട്. ഈ ഒരു ബ്രോക്കറിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, അവർ പറയുന്ന ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക. 24 to 48 hours തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നതാണ്. സിമിലർ ആയിട്ട് തന്നെയാണ് എല്ലാ ബ്രോക്കർ അക്കൗണ്ടിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കയറുക, ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. 24 to 48 hours നമ്മുടെ ബ്രോക്കർ അക്കൗണ്ട് സെറ്റപ്പ് ആയി കഴിയും. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടും അവിടെ തന്നെ ഉണ്ടാവും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ ചൂസ് ചെയ്ത ഈ ബ്രോക്കർ കുറച്ച് നാളിനകം തന്നെ പൂട്ടിപ്പോയാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്നത് ഒരു ലോക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ ഈ ലോക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത് NSDL, CDSL പോലുള്ള ഗവൺമെന്റ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഏജൻസീസിന്റെ കൂടെയാണ്. ഈ ഏജൻസിയുടെയും നമ്മളുടെയും ഇടയിൽ നിന്ന് ഈ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജന്റ് മാത്രമാണ് ഈ ഡിസ്കൗണ്ട് ബ്രോക്കർ.
നമ്മുടെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ്സ് വാങ്ങി അത് അവിടെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് തരുന്നു എന്ന് മാത്രമുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. ഈ ഡിസ്കൗണ്ട് ബ്രോക്കർ പൂട്ടിപ്പോയാലും നമ്മുടെ ലോക്കർ അവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ നമ്മുടെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. സോ ഡിസ്കൗണ്ട് ബ്രോക്കർ പൂട്ടിപ്പോയാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നഷ്ടമാകും എന്നുള്ളൊരു സംശയം വേണ്ട, നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രോക്കർ സെബി രജിസ്റ്റേർഡ് ആണെങ്കിൽ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നു. നമുക്ക് ചേരുന്ന ഏറ്റവും നല്ല ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിനെ നമ്മൾ പിക്ക് ചെയ്തു. നമ്മൾ അവിടെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിനെ പിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ സ്റ്റെപ്പ് 2, അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക്സ്. ഇനി മുന്നോട്ട് നമ്മുടെ ഈ ബ്രോക്കറിന്റെ അക്കൗണ്ടിൽ കയറി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാ മാസവും 10,000 രൂപയുണ്ടെന്ന് കരുതുക. അതായത് എൻ്റെ സാലറി ഇപ്പോൾ 1,00,000 രൂപയാണ്. അതിൽ 10,000 രൂപയാണ് ഞാൻ എല്ലാ മാസവും സേവോ ഇൻവെസ്റ്റോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഒന്നാമത് സ്റ്റോക്ക് മാർക്കറ്റ് അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു സംഭവമാണ്. റിസ്ക് മനസ്സിലാക്കിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ 10,000 രൂപയിൽ 10,000 രൂപയും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മേ ബി 2,000 ആയിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 4,000 ആയിരിക്കും, 7,000 ആയിരിക്കും. അലോക്കേഷനെ പറ്റി നമ്മൾ മുന്നോട്ട് സംസാരിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇനി രണ്ടാമത്, സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ഉണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 4,000 രൂപയാണ് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ 4,000 രൂപയും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നമ്മൾ പല സ്ഥലത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കായി ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മുമ്പോട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഗുണം നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇൻഫാക്ട് കണക്കുകൾ പറയുന്നത് ഓൺ ആൻ ആവറേജ് 7 വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് എന്നും ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കുറവായിരിക്കും എന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവശ്യമുള്ള പണം ഒരു കാരണവശാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ കാര്യം, ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വളരെ അത്യാവശ്യമായിട്ടൊരു ചിലവ് വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കുറച്ച് പണം മാറ്റി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു റിസർവ് മണി എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. ഇതിനെ എമർജൻസി ഫണ്ട് എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഒരു ഫൺ ഫാക്ട് കൂടെ ഞാൻ പറയാം. എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ ഞാൻ ഈ ഒരു വാക്ക് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വീഡിയോ നിർത്തി പോകുന്നത്. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, റിട്ടൻഷൻ ഗ്രാഫ് നോക്കി കൃത്യമായിട്ടാണ് പറയുന്നത്. ആ വാക്കാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. എന്തെങ്കിലുമൊക്കെ വരുന്നത് വരെ നോക്കി നിൽക്കാതെ. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ ആരും ഈ വീഡിയോ നിർത്തിയിട്ട് പോകുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും അങ്ങനെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ബ്രോക്കറിനെ ചൂസ് ചെയ്തു, ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തു, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ സ്റ്റെപ്പ് 3, അലോക്കേഷൻ. എത്ര രൂപ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടണം? അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു റൂൾ ഒന്നും ഇല്ലെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൂൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ബിഗിനർക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റൂളാണത്. 100 - ഏജ് എന്നാണ് ഈ റൂൾ. അതായത് ഇപ്പോൾ ഒരാൾക്ക് 20 വയസ്സുണ്ടെങ്കിൽ 100 - 20, അതായത് 80% അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 20 വയസ്സുള്ള ഒരാൾ 10,000 രൂപയാണ് ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 80%, അതായത് 8,000 രൂപയും അദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കി 2,000 രൂപ റിസ്ക് കുറഞ്ഞ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 30 വയസ്സാണെന്നുണ്ടെങ്കിൽ 70%, 50 വയസ്സാണെങ്കിൽ 50%. ആക്ച്വലി ഈ ഒരു റൂൾ നമുക്ക് ഒരു ഗൈഡായിട്ട് മാത്രം എടുക്കാം. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് പ്രായം കൂടും തോറും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് റിസ്ക് കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഐഡിയ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന കാര്യം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 20 വയസ്സാണ്, 80% നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ റൂൾ പറയുന്നത്. അപ്പോൾ 8,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നിങ്ങൾ എവിടെയാണ് ഈ പൈസ ഇടുന്നത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും ഒരേ റിസ്ക് അല്ല. നമ്മൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ ബ്രോക്കറിനെ ചൂസ് ചെയ്തു, അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തു, ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി, എങ്ങനെയാണ് അലോക്കേഷന്റെ ബേസിക് ഐഡിയ എന്നും മനസ്സിലാക്കി. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ്. സോ സ്റ്റെപ്പ് 4, ഓപ്ഷൻസ്. അപ്പോൾ നമ്മളൊരു ഹോഴ്സ് റേസിൽ ബെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കരുതുക. അവിടെ 1000 കുതിരകൾ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഹോഴ്സ് റേസ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന പോലെ മനസ്സിലാവാനായിട്ട്. അപ്പോൾ നമ്മൾ ഹോഴ്സ് റേസ് നടക്കുന്ന ആ സ്ഥലത്ത് എത്തുന്നു. നമ്മൾ കയ്യിൽ കൊണ്ടുപോയ പൈസ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഹോഴ്സസിൽ ബെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, ബെറ്റിംഗ് ഓൺ ഇൻഡിവിജ്വൽ ഹോഴ്സസ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ബെറ്റിംഗ് ഒന്നും അല്ല, ഞാൻ വെറുതെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ബെറ്റിംഗ് ഓൺ ഇൻഡിവിജ്വൽ ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് ഓരോ ഹോഴ്സസിൻ്റെയും കാര്യങ്ങൾ പഠിക്കും. അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ഹിസ്റ്റോറിക് പെർഫോമൻസ്, അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിൻ്റെ ആരോഗ്യം എത്രത്തോളമാണ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. എന്നിട്ട് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന ഒരു ഹോഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ പൈസ മുഴുവൻ ആ ഹോഴ്സിൽ നമ്മൾ ബെറ്റ് ചെയ്യുന്നു. വളരെ സിമിലർ ആയിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 3,000-4,000 കമ്പനിയുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് നമ്മൾ ഒരു നല്ല കമ്പനിയെ കണ്ടെത്താൻ ശ്രമിച്ച്. എങ്ങനെയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അതിൻ്റെ ഫിനാൻഷ്യൽസ്, അതിൻ്റെ
ഹിസ്റ്റോറിക് പെർഫോമൻസ്, അതിൻ്റെ മുന്നോട്ട് വരാനുള്ള അതിൻ്റെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരു കമ്പനിയെ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസയും നമ്മൾ ആ ഇൻഡിവിജ്വൽ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ കയറിയാൽ പോലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓരോ കമ്പനിയുടെ ഫിനാൻഷ്യൽസ്, അതിൻ്റെ റവന്യൂ, അതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത്, അതിൻ്റെ ഹിസ്റ്റോറിക് റിട്ടേൺസ്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ അനാലിസിസ് നടത്താം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണ്? നമുക്ക് വേണമെങ്കിൽ ആ ഹോസിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഈ 1000 ഹോസസിൻ്റെ ഹെൽത്തും പെർഫോമൻസും എല്ലാം അനലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വാടിത്തളരും. സോ അതേപോലെ തന്നെ നമ്മൾ ഈ കമ്പനീസ് എല്ലാം ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനും ഒരുപാട് സമയം വേണം, ഒരുപാട് എഫേർട്ടും അറിവും നമുക്ക് വേണം. രണ്ടാമത്, നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയാൽ ആ ഹോസ് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോസ് ആയിരിക്കാം, നല്ലൊരു ഹൈ പെർഫോമർ ആയിരിക്കാം, പക്ഷേ ആ ഒരു റേസിൽ ആ ഹോസിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ബെറ്റ് ചെയ്ത മുഴുവൻ പൈസ നഷ്ടപ്പെടും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി. ആ കമ്പനിയുടെ ഹിസ്റ്റോറിക് പെർഫോമൻസ് നന്നായിരിക്കാം, ഇപ്പോൾ ഉള്ള അതിൻ്റെ ഫിനാൻസും ബെറ്റർ ആയിരിക്കാം, പക്ഷേ മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി മൂന്നാമത്, നമ്മളിട്ട പൈസ മുഴുവൻ ഒരൊറ്റ ഹോസിലായതുകൊണ്ട് തന്നെ അത് ഹൈലി റിസ്കിയാണ്. അപ്പം അങ്ങനെയും ചെയ്യുന്നത് ഒട്ടും വയബിൾ ആയിട്ടൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പനീസ് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? ഒന്നാമത്, ഒരു കമ്പനിയെ പറ്റി അനാലിസിസ് നടത്തുന്ന സ്കിൽസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ പഠനം ആവശ്യമാണ്. ഇനി രണ്ടാമത്, ഒരിക്കലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. 5-10 കമ്പനി എങ്കിലും കണ്ടുപിടിച്ച് അതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴും അതിൻ്റെ പ്രശ്നം അത് വളരെ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. നല്ല രീതിയിൽ സ്കില്ലുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ലോകത്ത് തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നൊരു ടാസ്ക്കാണ് നല്ല കമ്പനീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ 1 ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. അതിലും ബെറ്റർ ആയിട്ടുള്ള മറ്റൊരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. സോ ഓപ്ഷൻ നമ്പർ 2, മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ അറിയാത്തവർക്കായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കുറേ സ്റ്റോക്കുകളുടെ ഒരു ബാസ്ക്കറ്റാണ്. അവിടെ എപ്പോഴും സ്റ്റോക്ക് തന്നെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു സെനാരിയോയിൽ നമുക്ക് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യാം. നമുക്ക് വീണ്ടും ആ ഹോസിൻ്റെ എക്സാമ്പിളിലോട്ട് തന്നെ തിരിച്ചു പോയാൽ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അവിടെ 1000-ഓളം ഹോസസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഹോസ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ നടക്കുന്ന സമയത്ത്, നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസിനകത്ത് കുറേ എക്സ്പേർട്സും ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ഒരു ഹോസ് അനലിസ്റ്റ് ഉണ്ട്, ഒരു പെർഫോമൻസ് അനലിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഈ ഹോസ് റേസിൻ്റെ ഓരോ ആസ്പെക്റ്റും വളരെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന എക്സ്പേർട്സ് ആ ഓഫീസിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ അവിടെ ഏറ്റവും ബെസ്റ്റ് ഹോസസിനെ ചൂസ് ചെയ്ത് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എക്സ്പേർട്സ് ആണ് എന്ന് കരുതുക. ഇതേ സെനാരിയോ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം ഒന്നാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനത് മുന്നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്നത് ഇതാണ്: അവർ ഓരോ കമ്പനീസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വലിയൊരു ടീമോടുകൂടി അവർക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന കമ്പനീസിനെ ആ ബാസ്ക്കറ്റിലിട്ട് അതൊരു മ്യൂച്വൽ ഫണ്ടായിട്ട് ആളുകൾക്ക് വിൽക്കുന്നു. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന ഒരാൾ, ഈ മ്യൂച്വൽ ഫണ്ടിന് ഈ ബാസ്ക്കറ്റ് വാങ്ങിക്കുന്ന ഒരാൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട്, ഈ മ്യൂച്വൽ ഫണ്ടിന് എത്രത്തോളം റിസ്ക് ഉണ്ട്, ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള കമ്പനീസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതിൽ ഏതെങ്കിലും ഒരു കമ്പനി മോശമായിട്ട് പെർഫോം ചെയ്താൽ പോലും ഈ എക്സ്പേർട്സിന് ഒരു ഹെഡ് കാണും, അതാണ് ഫണ്ട് മാനേജർ. ഈ ഫണ്ട് മാനേജർ അതിൽ നിന്നും ആ സ്റ്റോക്ക് എടുത്ത് മാറ്റി അതിന് പകരം പുതിയൊരു സ്റ്റോക്ക് കൊണ്ടുവരുമോ, അതല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്കിലോട്ടുള്ള അലോക്കേഷൻ കൂട്ടുമോ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർ തന്നെ ചെയ്യും. നമ്മളിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് എല്ലാ മാസവും ആ ബാസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രം മതിയാവും. തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ ഹോസ് റേസിൻ്റെ എക്സാമ്പിളിലോട്ട് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും ടോപ്പ് ലിസ്റ്റ് ഓഫ് ഹോസസ് ആണത്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന 10,000 രൂപ അത് അവരുടെ കയ്യിൽ തന്നാൽ അവർ ഈക്വൽ അല്ല, വെയ്റ്റഡ് ആയിട്ട് ഈ ഹോസസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ്. എന്താണ് ഈ വെയ്റ്റഡിൻ്റെ അർത്ഥം? ഇപ്പോൾ 10,000 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതെങ്കിൽ ടോപ്പ് 1 ഹോസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1000 ആയിരിക്കും, ടോപ്പ് സെക്കൻഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 800 ആയിരിക്കാം, തേർഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 700 ആയിരിക്കാം. അങ്ങനെ കുറഞ്ഞു വന്ന് 50ാമത്തെ ഹോസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 50 രൂപയായിരിക്കാം, അല്ലെങ്കിൽ 30 രൂപയായിരിക്കാം. അങ്ങനെ വെയ്റ്റഡ് ആയിട്ട് റാങ്ക് താഴും തോറും അവർ ഇൻവെസ്റ്റിങ്ങിൻ്റെ എമൗണ്ട് കുറച്ച് വന്ന് നമ്മുടെ ഈ മൊത്തം 10,000 രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഫണ്ടാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതാണ് ഇൻഡെക്സ് ഫണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ടോപ്പ് കമ്പനീസ് എടുത്തിട്ട് അവിടെ വെയ്റ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഇൻഡെക്സ് ഫണ്ട്സ് ചെയ്യുന്നത്. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടൊരു കാര്യമാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, സ്റ്റോക്ക് മാർക്കറ്റിലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കമ്പനീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റിസ്ക് കുറച്ച് കുറവായിരിക്കും.
2, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് അധികം എഫേർട്ട് ഒന്നും ഇതിനുവേണ്ടി എടുക്കുന്നില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിലുള്ള കമ്പനീസ് ഏതൊക്കെയാണ് എന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ജോലി മാത്രമാണ് ഇവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കമ്മീഷനും കുറവായിരിക്കും. ഇതിനെയാണ് പാസീവ്ലി മാനേജ്ഡ് ഫണ്ട് എന്ന് പറയുന്നത്. ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട് എന്ന് പറയുന്ന വേറൊരു തരം ഫണ്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫണ്ട് മാനേജറാണ് തീരുമാനിക്കുന്നത് ഈ ബാസ്ക്കറ്റിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടാണ് വേണ്ടത് എന്ന്. അവർ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടീമിൻ്റെ ഹെൽപ്പോട് കൂടി അവർ ഓരോന്നായിട്ട് പിക്ക് ചെയ്ത് ഈ ബാസ്ക്കറ്റിൽ ഇടുന്നു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കമ്മീഷനും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ് എന്ന് മാത്രമല്ല, പാസീവ്ലി മാനേജ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ കമ്മീഷൻസും കുറവായിരിക്കും. സിമിലർ ആയിട്ടുള്ള വേറെയും കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഞാൻ നമ്മുടെ ബ്രോക്കറിൻ്റെ വെബ്സൈറ്റിൽ പോയി കുറച്ച് മ്യൂച്വൽ ഫണ്ട്സും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ, ഇതേപോലെ ഇക്വിറ്റിയുടെ താഴെ ഇഷ്ടംപോലെ ഫണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഇത് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ടാണ്, ഓരോ കമ്പനിയുടെയും വലിപ്പം വെച്ചിട്ടാണ് ഈ ഡിവിഷൻ അവർ നടത്തിയിരിക്കുന്നത്. നമ്മളിതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്താലും അവിടെ ഇഷ്ടം പോലെ ഫണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബൈ ഡൈവേഴ്സിഫിക്കേഷൻ, ഫ്ലെക്സി ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്. അതായത് പല ക്യാപിറ്റലൈസേഷനിൽ ഉള്ള കമ്പനീസിൻ്റെ ഒരു മിക്സാണ് ഇവിടെ അവർ ഒരു ഫണ്ടായിട്ട് കൊടുക്കുന്നത്. അത് വാല്യൂ ഓറിയൻറ്റഡ് ഉണ്ട്. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ള കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകളാണത്. പിന്നെ താഴെ കാണുന്നത് ഇൻഡെക്സ് ഫണ്ട്, നമ്മളത് നേരത്തെ സംസാരിച്ചു. പിന്നീട് ബൈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ടാക്സ് സേവിങ് ഫണ്ടാണ്. നമ്മുടെ ഒരു പ്രോബ്ലം, അതായത് ടാക്സ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടാണത്. സെക്ടറും തെമാറ്റിക്കും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫിനാൻസ് സെക്ടറിൽ അല്ലെങ്കിൽ IT സെക്ടറിൽ, ടെക്നോളജി സെക്ടറിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ട്സാണത്. FMCG എന്ന് പറഞ്ഞാൽ നമ്മുടെ ITC പോലത്തെ കമ്പനീസൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനിൽ കയറിയാലും ഇതേപോലെ പലതരത്തിലുള്ള ഫണ്ടുകൾ കാണാം. ആ ഫണ്ടൊക്കെ ആ ആപ്പുകളിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണ്ടത് ഏത് ഫണ്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഈ ഫണ്ടുകളൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് വേണ്ട ഫണ്ടുകൾ തിരിച്ചറിയുന്നതും എന്നും നമുക്ക് മുന്നോട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നു. ഇനി ഈ ഓപ്ഷൻസിൽ ഏതൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ഞാൻ ഓൾറെഡി ചെയ്ത വെറും 11 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ഉണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഏകദേശം 2.25 ലക്ഷം ആളുകളോളം കണ്ട ഒരു വീഡിയോ ആണ്. അത്രത്തോളം ആളുകൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട്സിൽ ഏതൊക്കെ ഫണ്ട്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ സ്പെൻഡ് ചെയ്ത സമയം വെറുതെ ആവില്ല. സോ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ ബ്രോക്കറിനെ കണ്ടുപിടിച്ചു, ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, ബേസിക്സ് പഠിച്ചു, എത്ര പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി, അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓപ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ നിങ്ങൾ ആ 11 മിനിറ്റുള്ള വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്, അവിടെ എത്രത്തോളം പൈസ ഇടണം എന്നും നിങ്ങൾ പഠിക്കും. അപ്പോൾ അതെല്ലാം സെറ്റായി. ഇനി സ്റ്റെപ്പ് നമ്പർ 5, ഹൗ ടു ഇൻവെസ്റ്റ്. ഫൈനലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന 10,000 രൂപയിൽ 8,000 രൂപ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ തീരുമാനിച്ചു. 2,000 രൂപ ഞാൻ ഒരു ബ്ലൂ ചിപ്പ് ഫണ്ടിലും, 4,000 രൂപ ഞാനൊരു ഇൻഡെക്സ് ഫണ്ടിലും, 2,000 രൂപ ഞാനൊരു സ്മോൾ ചിപ്പ് ഫണ്ടിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നും തീരുമാനിക്കുന്നു. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യരുത്, നിങ്ങളുടെ സെനാരിയോ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് തന്നെ നമ്മൾ നമ്മുടെ ബ്രോക്കറിൻ്റെ അകത്ത് കയറിയിട്ട് ഇൻഡെക്സ് ഫണ്ട്സ് നമ്മൾ തപ്പുന്നു. നമ്മൾ കയറി നോക്കിയിട്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു ഇൻഡെക്സ് ഫണ്ട് നമ്മൾ പിക്ക് ചെയ്യുന്നു. നമ്മളിത് ലംസം അല്ല ബൈ ചെയ്യുന്നത്, അല്ലെ വൺ ടൈം അല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ SIP ആയിട്ടാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ SIP കൊടുക്കുന്നു. എല്ലാ മാസവും ഏത് ഡേറ്റിലാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്ന് കൊടുക്കുന്നു. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ മാൻഡേറ്റ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. മാൻഡേറ്റ് എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾ ആ ബ്രോക്കറിന് പെർമിഷൻ കൊടുക്കുകയാണ്. കാരണം നിങ്ങൾ SIP ആണല്ലോ ചെയ്യുന്നത്. എല്ലാ മാസവും ഈ ബ്രോക്കറിന് നിങ്ങളുടെ ബാങ്കിൽ നിന്നും ഇത്ര രൂപ എടുക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നതിനാണ് ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത്. ആ മാൻഡേറ്റും കൂടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഓരോ ബാങ്കിൻ്റെ വെബ്സൈറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ UPI സപ്പോർട്ട് ചെയ്യുന്ന ബ്രോക്കേഴ്സും ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്തത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ട് എടുത്തിട്ട് നമ്മൾ അതിൽ SIP ചേരുകയായിരുന്നു. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ നിങ്ങളുടെ ബ്രോക്കർ അക്കൗണ്ടിലേക്ക് മാറ്റിയിടാം. അതിനുശേഷം നിങ്ങൾക്ക് നല്ല സ്റ്റോക്സ് നിങ്ങൾ കാണുവാണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിലോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലും ഈ ബ്രോക്കേഴ്സ് എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ
ഇപ്പോൾ ഞാൻ ഇൻഡെക്സ് ഫണ്ട് ചൂസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ബ്ലൂ ചിപ്പും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. എനിക്കറിയാം ഒബ്വിയസ് ആയിട്ടും നിങ്ങൾക്ക് വരുന്ന മറ്റു കുറച്ച് സംശയങ്ങളും കൂടെ ഉണ്ട്. ഒരു മ്യൂച്വൽ ഫണ്ട് നല്ലതാണോ മോശമാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കാണാൻ ശ്രമിക്കുക. അതെല്ലാം ഞാൻ ഈ വീഡിയോ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നില്ല. ഭയങ്കര ഓവർവെൽമിംഗ് ആയിപ്പോവും, വളരെ ടയറിങ്ങും ആയിപ്പോവും. അതെല്ലാം ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്ലേലിസ്റ്റ് നോക്കി ആ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഈ സ്റ്റെപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്ന് നിങ്ങൾ എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നത് എന്നും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ SIP ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ കയറി ഒരു മാൻഡേറ്റും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായിട്ട് ഈ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പൈസ പോവുകയും SIP കണ്ടിന്യൂ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇനി അവസാനമായിട്ട് ബ്രോക്കറിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ള ഒരാൾക്ക് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ വെബ്സൈറ്റിൽ കയറി ഈ പേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങൾക്ക് ചേരുന്ന ഒരു ബ്രോക്കറിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ള ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ 5 സ്റ്റെപ്സ് നോക്കി. ആദ്യം എങ്ങനെയാണ് ഒരു ബ്രോക്കറിനെ പിക്ക് ചെയ്യുന്നത്, അവിടെ ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്ര രൂപ അലോക്കേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പഠിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് ഒരു ആപ്പിൽ കയറി എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. അതിനിടെ ഞാൻ 2 റെഫറൻസ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് 11 മിനിറ്റുള്ള നമുക്ക് ചേരുന്ന മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആ 11 മിനിറ്റിൻ്റെ വീഡിയോ. 2 ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹെൽത്ത് എത്രത്തോളം നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു വീഡിയോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അതിനുള്ള ആൻസർ ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മെയിൻ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.